കണ്ണൂർ പഴയങ്ങാടി ഫിഷറീസ് ഓഫീസിന് മുന്നിൽ മത്സ്യത്തൊഴിലാളി പ്രതിഷേധം. ഓഫീസിന്റെ ഗേറ്റ് പ്രതിഷേധക്കാർ അടച്ചുപൂട്ടി. ബോട്ട് മറിഞ്ഞൊരു മത്സ്യത്തൊഴിലാളി നേരത്തെ മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഗേറ്റ് അടച്ചുപൂട്ടിയത്. സുനിൽ ഐസക് വിവരങ്ങളുമായി. സുനിൽ, എന്താണ് ഉണ്ടാകുന്നത്? പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ തുണിയിൽ നിന്ന് തെറിച്ചു വീണാണ് തൊഴിലാളി മരിച്ചിരിക്കുന്നത്. അസം സ്വദേശി റിയാജുൽ ഇസ്ലാം എന്ന 35-കാരനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:45-ഓടെയാണ് അപകടമുണ്ടായത്. പുതിയങ്ങാടിയിൽ നിന്നും നെജാസ് എന്ന ഫൈബർ തോണിയിൽ മത്സ്യബന്ധനത്തിന് പോയതായിരുന്നു അബ്ദുൾ ഇസ്ലാം. മൺതിട്ടയിൽ ഇടിച്ചതിനെ തുടർന്ന് ഒരു തൊഴിലാളി കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. മറ്റു തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. ഫയർഫോഴ്സും കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും നടത്തിയ തെരച്ചിലിനിടെയാണ് 10:45-ഓടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. നിലവിൽ ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3ാമത്തെ മത്സ്യത്തൊഴിലാളിയാണ് ഇവിടെ മണൽത്തിട്ടയിൽ ഫൈബർ ബോട്ട് ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിക്കുന്നത്. പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതയാണ് ഇത്തരത്തിൽ മണൽത്തിട്ടകൾ രൂപപ്പെടാനുണ്ടാവുന്ന കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആക്ഷേപം. എന്തായാലും ഇതിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിന്റെ മുന്നിൽ ഉപരോധ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അകത്തുണ്ട്. അവരെ പുറത്തുനിന്ന് കൂട്ടി ഗേറ്റിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധമുള്ളത്. എന്തായാലും സംഭവം അറിഞ്ഞ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇപ്പോൾ പുതിയങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ മൃതദേഹവുമായി റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത്.